ഞങ്ങൾ
കണ്ടവരാ, ജാതി ഞങ്ങൾ കണ്ടവരാ, കണ്ടതിലേറെ കൊണ്ടവരാ, കണ്ടതിലേറെ കൊണ്ടവരാ, കണ്ടതിലേറെ കൊടുത്തവരാ, കൊണ്ടതിലേറെ കൊടുത്തവരാ. തിരിച്ചടിക്കും കട്ടായോ, തിരിച്ചടിക്കും കട്ടായോ. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. ഹലോ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഈ കളക്ടറേറ്റ് മാർച്ചിന് സ്വാഗതം പറയുന്നതിനു വേണ്ടി ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് പ്രിൻസ് മാനുവലിനെ ക്ഷണിക്കുന്നു. ഏറെ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അധ്യക്ഷൻ ശ്രീ ബിജിൽ മോഹൻ, യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റായ നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ റിജിൽ മാക്കുറ്റി, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ബി രാഹുൽ, മുഹസിൻ കാത്തിയോട്, മറ്റ് ജില്ലാ വൈസ് പ്രസിഡന്റുമാർ, സഹഭാരവാഹികളെ, സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ഈ മാർച്ച് നടത്തുന്നതിന്റെ ഉദ്ദേശം നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ രാഹുൽ മാക്കൂട്ടത്തിനെ അകാരണത്താൽ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള പ്രതിഷേധ മാർച്ചാണ് ഇന്ന് കളക്ടറേറ്റിന് മുന്നിൽ നടക്കുന്നത്. ഇതുകൊണ്ടൊന്നും യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളെയോ അല്ലെങ്കിൽ പരിപാടികളെയോ ഒരു വിധത്തിലും തടസ്സപ്പെടുത്താൻ നിങ്ങൾക്കാകില്ല, ഒരു ഭരണകൂടത്തിനും അത് സാധിക്കില്ല എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ഏൽപ്പിച്ച കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. സ്വാഗതം ആശംസിക്കുക എന്നതാണ് എന്നിൽ നിശ്ചിതമായ കർത്തവ്യം. ആദ്യമായി തന്നെ ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ റിജിൽ മാക്കുറ്റി അവരെ ഈ കളക്ടറേറ്റ് മാർച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ബിജിൽ മോഹനെയും ഈ മാർച്ചിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ശ്രീ ബി രാഹുൽ, മുഹസിൻ കാത്തിയോട്, യൂത്ത് കോൺഗ്രസിന്റെ മറ്റ് നേതാക്കൾ, ജില്ലാ ഭാരവാഹികൾ, ബ്ലോക്ക് പ്രസിഡന്റുമാർ, മറ്റ് സഹപ്രവർത്തകരെ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി നിയന്ത്രിക്കാൻ ഞങ്ങൾ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ ബിജിൽ മോഹനെ ക്ഷണിച്ചുകൊണ്ട് നടത്തുന്നു. ബഹുമാനായ ഈ മാർച്ചിന്റെ ഉദ്ഘാടകൻ യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റും KPCC മെമ്പറുമായ ശ്രീ റിജിൽ മാക്കുറ്റി അവർ, ഈ മാർച്ചിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ ശ്രീ വി രാഹുൽ, ശ്രീ നിമിഷ രഘുനാഥ്, മോഹസിൻ ഗാദിയോട് ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്ന യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹികൾ, സഹപ്രവർത്തകർ, ബ്ലോക്ക് പ്രസിഡന്റുമാർ, മണ്ഡലം പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ, ഇത്തരമൊരു മാർച്ച് കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സഹപ്രവർത്തകർക്കറിയാം. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ ഒരു ദിവസം നേരം വെളുക്കുന്നതിന് മുമ്പ് വീട് വളഞ്ഞ് തീവ്രവാദികളെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് വീട് വളഞ്ഞുകൊണ്ട് കേരള പോലീസ് ആക്രമിച്ച നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു മാർച്ച് നടത്തുന്നത്. യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി നടത്തുന്ന രണ്ടാമത്തെ സമരമാണ് ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പോലീസുകാർ അവർ മനസ്സിലാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ആദ്യ ദിവസം നടത്തിയ ഒരു പ്രതിഷേധത്തിൽ യൂത്ത് കോൺഗ്രസ് ഒതുങ്ങിപ്പോകുമെന്നാണ് അവരാദ്യം കരുതിയത്. ഇത് രണ്ടാമത്തെ സമരമാണ് എന്ന് ഞാൻ അവരെ ഓർമ്മിപ്പിക്കുന്നു. മൂന്നാമതൊരു സമരം കൂടി യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയെ നടത്താൻ വേണ്ടി പോലീസ് പ്രേരിപ്പിക്കുകയാണെങ്കിൽ കേരളത്തിലെ തന്നെയല്ല, കണ്ണൂരിലെ തന്നെയല്ല, പിണറായി വിജയന്റെ മുഴുവൻ പോലീസ് ഫോഴ്സും ഒരുമിച്ച് നിന്നാലും യൂത്ത് കോൺഗ്രസിനെ തടുക്കാനാവില്ല എന്നുള്ള കാര്യം ഈ പോലീസ് ഏമാന്മാരെ ഓർമ്മിപ്പിച്ചുകൊണ്ട്
എത്രയും പെട്ടെന്ന് തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ വിട്ടയക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധങ്ങളുമായി ഇനിയും യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വരുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി മുൻ കാലഘട്ടങ്ങളിൽ സമര പോരാട്ടങ്ങൾക്ക് ഉജ്ജ്വലമായ നേതൃത്വം നൽകിയ മുൻ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായി പ്രവർത്തിച്ച ശ്രീ നിതിൻ മാക്കുറ്റി അവരെ ക്ഷണിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് യൂത്ത് കോൺഗ്രസ്. പ്രിയപ്പെട്ട അധ്യക്ഷൻ, സമര നായകൻ, ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട വിജിൽ മോഹൻ, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാരായ ശ്രീ രാഹുൽ വെച്ചോട്ട്, നിമിഷ രഘുനാഥ്, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി മുഹസിൻ ഉൾപ്പെടെ ജില്ലാ വൈസ് പ്രസിഡന്റുമാർ, മറ്റ് യൂത്ത് കോൺഗ്രസ് ജില്ലാ ഭാരവാഹികൾ, ബ്ലോക്ക് പ്രസിഡന്റുമാർ, മുൻ ജില്ലാ പ്രസിഡന്റ് സുദീപ് ജെയിംസ് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട നേതാക്കളെ, സംസ്ഥാന സെക്രട്ടറി സന്ദീപ്, കമ്മിറ്റി ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട ഭാരവാഹികളെ, സുഹൃത്തുക്കളെ, ഈ ഒരു മാർച്ച് ഇവിടെ നടത്താനുള്ള സാഹചര്യം സംബന്ധിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അധികാരമെന്നാൽ സർവാധിപത്യമാണ് എന്നും അതോടൊപ്പം തന്നെ ഭരണാധികാരികളുടെ ഔദാര്യമല്ല സ്വാതന്ത്ര്യമെന്ന് കേരളത്തിന്റെ വിഖ്യാതനായ സാഹിത്യകാരൻ MT ഇന്നലെ ഏകാധിപതിയായ പിണറായി വിജയന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. അധികാരം ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ രാഷ്ട്രീയ വിഭജന പ്രസ്ഥാനങ്ങളെ അവരെ തകർക്കാനും അവരുടെ ആത്മവീര്യം തകർക്കാനും പോലീസിനെയും അതോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകളെ ഉപയോഗിച്ച് നിങ്ങൾ പേക്കൂത്ത് നടത്തിയാൽ അതിനെ ചെറുക്കാൻ കേരളത്തെ യൂത്ത് കോൺഗ്രസ് തയ്യാറാവേണ്ടി വരും എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. നിങ്ങൾ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒരു ഭീകരവാദിയെ പോലെ വീട് വളഞ്ഞ് ജയിലിലടച്ചപ്പോ എന്താ പിണറായി വിജയൻ കരുതിയത്? രാഹുൽ മാങ്കൂട്ടത്തിന്റെ യൂത്ത് കോൺഗ്രസ് അങ്ങ് വീട്ടിലിരിക്കുമെന്നാണോ കരുതുന്നതെങ്കിൽ ആ പോലീസ് കൈമാന്മാരോട് ഉൾപ്പെടെ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. രാഹുൽ അറസ്റ്റ് ചെയ്ത ഏത് MOK ചെമ്മാടിയായാലും അവരുൾപ്പെടെയുള്ള ആളുകൾക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഞങ്ങൾ ഈ നാട്ടിലുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. പിണറായി വിജയന്റെ ധിക്കാരത്തിന്റെ ഭാഗമായി അതിന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അവിടെ ഒരു ഞരമ്പ് രോഗി ശശി ഇരിക്കുന്നുണ്ട്. ആ ഞരമ്പ് രോഗി ശശിയോട് പറയുന്നു, നിന്റെ ഞരമ്പ് പെണ്ണുങ്ങളോട് മാത്രം മതി, അല്ലാതെ യൂത്ത് കോൺഗ്രസിന്റെ നേരെ നിന്റെ ഞരമ്പ് പ്രയോഗിച്ചാൽ ആ ഞരമ്പ് തകർക്കാനുള്ള ആർജവത്വം കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് ഉണ്ട് എന്ന് P ശശിയെ പോലെയുള്ള എരപ്പാളിയോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആ P ശശി എന്ന് പറഞ്ഞ എരപ്പാളിയുടെ വാക്കുകെട്ട് കാക്കിക്കുള്ളിലെ ചില ചോപ്പന്മാരെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇരിക്കാൻ പറയുമ്പോൾ കിടക്കുന്ന നാണം കെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ യൂത്ത് കോൺഗ്രസുകാരന്റെ മേലേക്ക് വന്നാൽ അതിനെതിരായി പ്രതികരിക്കാൻ കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് തയ്യാറാകുമെന്നുള്ളതാണ് പോലീസോട് പറയാനുള്ളത്. നിങ്ങൾ കാക്കിയും ലാത്തിയും അതോടൊപ്പം തന്നെ ജലവീരങ്കിയും മറ്റ് ഗ്രേഡ് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അക്രമമായി നിങ്ങൾ വരും. പക്ഷേ ആ അക്രമത്തിന്റെ പിറകോട്ട് പോകുന്നവരല്ല കണ്ണൂരിലെയും കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് എന്ന് പോലീസുകാരോട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിന്റെ ലാത്തിക്ക് മുമ്പിൽ തിരിഞ്ഞോടുന്നവരല്ല. നീ ലാത്തിയടിക്കുമ്പോ ആ ലാത്തിയടി ഏറ്റുവാങ്ങി മുന്നോട്ട് കുതിക്കാൻ ശേഷിയുള്ളവരാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് എന്ന് ഈ പോലീസ് ഏമാന്മാരോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കാട്ടുകള്ളന്മാരും കൊള്ളക്കാരും ഈ നാട് ഭരിച്ചു മുടിച്ച് മുമ്പോട്ട് പോകുമ്പോൾ കുടുംബടക്ക കക്കാൻ നേതൃത്വം എടുക്കുന്ന ഒരു കാട്ടുകള്ളൻ പിണറായി വിജയൻ, ആ പിണറായി വിജയനെ പ്രതികരിക്കാൻ പാടില്ല പോലും. പ്രതികരിച്ചാൽ ജീവൻ രക്ഷാ മാർഗത്തിൽ ഡിവൈഎഫ്ഐക്കാർ ആക്രമിക്കുമ്പോഴും ആ ആക്രമിക്കുന്ന ആളുകളെ സംരക്ഷിക്കുമെന്ന ഒരു മുഖ്യമന്ത്രി ഈ നാട് ഭരിക്കുകയാണ്. അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ പട്ടാളം എന്ന് പറയുന്ന ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകളും മറ്റ് പോലീസുകാരും ഗൺമേൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങളെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാരെ തലതല്ലി പൊളിച്ചപ്പോ അയാൾക്കെതിരെ കേസെടുത്ത് അയാൾ ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ പരിചാരകരായി നിൽക്കുകയാണ്. ഇരട്ട നീതിയാണ് പ്രിയപ്പെട്ടത്. അതുകൊണ്ട് ഈ ഇരട്ട നീതി നടത്തി മുമ്പോട്ട് പോകുന്ന ഈ ഏകാധിപത്യ സർക്കാരിനെതിരായി രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ പിണറായി വിജയൻ എത്രയേറെ ഭയക്കുന്നു എന്നതുകൊണ്ടാണ് രാഹുലിന്റെ മേൽ കേസ് ചുമത്തി അദ്ദേഹത്തെ ജയിലിലടച്ചത്. ആ ജയിലിലടച്ചതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് തകരില്ല. വർദ്ധിത ആവേശത്തോടുകൂടി വർദ്ധിത വീര്യത്തോടുകൂടി കേരളത്തിലെ തെരുവുകളിൽ യൂത്ത് കോൺഗ്രസ് പോരാട്ടങ്ങളുമായി മുമ്പോട്ട് പോകുമെന്ന് സംബന്ധിച്ച് ഒരു തർക്കവുമില്ല. രാഹുൽ കിടക്കുന്ന ജയിലിൽ നിന്ന് രാഹുൽ പുറത്തു വരുമ്പോൾ നമുക്കറിയാം രാഹുൽ ആരാണെന്ന്. കേരളത്തിലെ പിണറായി വിജയനും അതോടൊപ്പം തന്നെ CPM-നും രാഹുൽ കൊടുക്കുന്ന ഓരോ തരത്തിലും മറുപടിയുണ്ട്. ആ മറുപടി കേൾക്കാൻ കഴിയാത്തതുകൊണ്ട് ഇവനെ എങ്ങനെയും 10 ദിവസമെങ്കിലും ജയിലിലിട്ടാൽ ശൗര്യമായി നിൽക്കാമെന്നാണ് പിണറായി വിജയന് വ്യാമോഹമെങ്കിൽ 10 ദിവസമല്ല 100 ദിവസം ജയിലിൽ കിടന്നാലും സമരാവേശം തോരാൻ പോകുന്നില്ല എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്ക് പറയാനുള്ളത്. കൊണ്ട് ലാത്തി കൊണ്ടും ഒന്നും ഞങ്ങൾ മുമ്പോട്ട് പോകില്ല. ശക്തമായ പോരാട്ടങ്ങളുമായി യൂത്ത് കോൺഗ്രസ് മുമ്പോട്ട് പോകും എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഈ മാർച്ച് ആക്കിക്കൊള്ളിൽ പോലീസെങ്കിൽ നിയമം ഞങ്ങൾ പാലിക്കൂ. ആക്കിക്കൊള്ളിൽ ചോപ്പെങ്കിൽ
പുല്ലേ പോലീസേ, ഓടാ പുല്ലേ പോലീസേ. മൈക്കിൽ കൂടെ ലൈവ് എടുക്കാമോ? ത്രൂ ആണ്.
കൊല്ലിലെക്കൂട്ട ഞാൻ തരാം വണ്ടി എടുത്തരാം അങ്ങോട്ട് ഓടിക്കുന്നുണ്ട്.